ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2021 തെലുങ്കിൽ റിലീസായിട്ടുള്ള നല്ല അടിപൊളി ഒരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ കഥയാണ്. കഥയുടെ പേര് ഡിറ്റക്റ്റീവ് സത്യഭാമ. തുടർച്ചയായിട്ട് ഒരു ഗ്രാമത്തിലെ പെൺകുട്ടികളെ കാണാതാവാണ്. അതുപോലെ പല പെൺകുട്ടികളും കൊല്ലപ്പെടുന്നുണ്ട്. അവരുടെ പാരന്റ്സോ പോലീസോ അതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ തേടിയിട്ടും അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ഈ ഒരു നിഗൂഢതകളുടെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താണെന്ന് ഡിറ്റക്റ്റീവായിട്ടുള്ള സത്യഭാമക്ക് കണ്ടെത്താൻ പറ്റുമെന്നതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നല്ല ട്വിസ്റ്റും എൻഗേജ് ആയിട്ടുള്ള, നമുക്ക് പ്രത്യേകിച്ച് ഒരു പിടിയും തരാതെ അവസാനം വരെ നമ്മൾ പിടിച്ചിരുത്തുന്ന അടിപൊളി ഒരു ഇൻവെസ്റ്റിഗേഷൻ കഥയാണിത്. അപ്പോൾ ഈ ഒരു കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുപോലുള്ള കഥകൾ കാണാൻ തോന്നുകയാണെങ്കിൽ ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ വീഡിയോ ഒന്ന് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. പിന്നെ എനിക്കൊരു സപ്പോർട്ടിനായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാരും ഇപ്പൊ തന്നെ ഒരു ലൈക്ക് ഇട്ടിട്ട് നമ്മൾ കഥ തുടങ്ങല്ലേ. ഈ കഥയുടെ ആരംഭത്തില് നമ്മൾ കാണുന്നത് കഥയിലെ ഹീറോയും ഹീറോയിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബോക്സിംഗ് പ്രാക്ടീസ് എടുത്താണ്. എന്നാൽ ഹീറോ ആയിട്ടുള്ള സത്യഭാമയിലെ തന്റെ ഹസ്ബൻഡിനെ മുഖത്തൊരു പഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഹസ്ബൻഡ് വെറുതെ വെക്കോ, അങ്ങേരും തിരിച്ചൊന്ന് കൊടുക്കാൻ നോക്കാണ്. എന്നാല് ഭാര്യയല്ലേ. അങ്ങനെ ടയേർഡായിട്ട് ഇരുന്ന് പോകുമ്പോ സത്യഭാമ ചോദിക്കുന്നുണ്ട്, എന്താ ക്ഷീണിച്ചു പോയാ? ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന്. അപ്പോഴാണ് പുറത്ത് ആരോ ബെല്ലടിക്കുന്നത്. നോക്കുമ്പോ അത് ആ ഗ്രാമത്തിലെ ഒരു മുത്തശ്ശനാണ്. അങ്ങേര് വന്നിട്ടുള്ളത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള സത്യഭാമയുടെ ഹസ്ബൻഡിനെ കാണാനാണ്. കാരണം ഹസ്ബൻഡ് ഈ നാട്ടിലെ ഇൻസ്പെക്ടറാണ്. ഈ നാട്ടിലാണെങ്കിലേ കുറേയധികം പെൺകുട്ടികളെ കാണാതാവുക, അതുപോലെ കുറേയധികം പെൺകുട്ടികളെ കൊല്ലപ്പെടുക, അങ്ങനെ തുടർച്ചയായിട്ട് ക്രൈം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു മുത്തശ്ശന്റെ മകളെ കാണാതായിട്ട് കുറച്ച് നാളായി. അപ്പോ മകളുടെ കാര്യത്തിൽ എന്തെങ്കിലും അറിഞ്ഞോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ മുത്തശ്ശൻ വന്നിട്ടുള്ളത്. എന്നാൽ ഇൻസ്പെക്ടർ ആണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അന്വേഷണത്തിലാണ്, അധികം വൈകാതെ തന്നെ നിങ്ങളുടെ മകളെ നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചേക്കാം. നമ്മൾ സ്റ്റേഷനിൽ ഡിസ്കസ് ചെയ്തതല്ലേ, പിന്നെ എന്തിനാ വീട്ടിലേക്ക് വന്നേ? അങ്ങനെ ആ മുത്തശ്ശൻ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരുത്തം വരുന്നത്. ഇവന്റെ പേരാണ് വരുൺ. അതായത് നമ്മുടെ സത്യഭാമയിലെ സത്യഭാമയുടെ അസിസ്റ്റന്റ് ആണ്. സത്യഭാമയുടെ ജോലി എന്താന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചു നേരത്തെ ആ ഒരു മുത്തശ്ശൻ വന്നില്ലേ, ആ ഒരു കാര്യം സത്യഭാമ ചോദിക്കുന്നുണ്ട്, എന്തിനങ്ങനെ വന്നേ? അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മകളെ കാണാനില്ല എന്നും, ഈ ഒരു നാട്ടിലെ SI ആയിട്ട് ഞാൻ ഡ്യൂട്ടി ഏറ്റ ശേഷം തന്നെ കുറേയധികം പെൺകുട്ടികൾ മിസ്സായിട്ടുണ്ട്, അതുപോലെ ചില മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് പറയുന്നത്. എന്നാൽ ഇതിന്റെ പിന്നിലുള്ള ആളുകൾ വളരെ പക്ക പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ ക്രൈമും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ എവിഡൻസും അവരെ വിശേഷിപ്പിക്കുന്നില്ല. ആരെ ഇതിന്റെ പിന്നിലുള്ള ഒന്നും കണ്ടെത്താനും പറ്റുന്നില്ല. ചെറുതായിട്ട് തല പോകഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സത്യഭാമ, അല്ല ഞാൻ ഹെൽപ്പ് ചെയ്യണോ? അത് കേട്ടപ്പോ ഹരിക്ക് ചിരി വരുന്നുണ്ട്. എന്ത്, നീ സോൾവ് ചെയ്യാന്നോ? അല്ല നീയും നിന്റെ അസിസ്റ്റന്റ് വരുണും ചേർന്നിട്ട് ഇതുവരെയായിട്ട് ഏതെങ്കിലും ഒരു കേസെങ്കിലും സോൾവ് ചെയ്തിട്ടുണ്ടോ? എന്നിട്ടാണോ കുറെ വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് എന്നെ സോൾവ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു കേസിൽ നീ എന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നത്? എന്നാൽ അത് കേട്ടപ്പോ സത്യഭാമക്ക് ചെറുതായിട്ട് നിരാശയാവുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്തോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അവളൊന്ന് ഹാപ്പി ആയനെ. അങ്ങനെ ഹരി അവിടെ നിന്ന് പോവാണ്. അപ്പോ സത്യഭാമയില്ലേ വരുണിനോട് പറയുന്നുണ്ട്, ഇതുവരെ നമ്മൾ ഒരു കേസും തെളിയിച്ചിട്ടില്ല. എന്നാല് ഹരിയെ തന്നെ തല ചുറ്റിക്കുന്ന, ഈ നാട്ടിലെ പെൺകുട്ടികളെ വലയ്ക്കുന്ന ഈ ഒരു കേസിന്റെ പിന്നിൽ ആരാണ്, അതിന്റെ രഹസ്യങ്ങൾ നമുക്ക് എന്തായാലും കണ്ടുപിടിക്കണം. അപ്പൊ പറയണു, പിന്നെന്താ നമുക്ക് ശരിയായി കളയാന്ന്. അങ്ങനെ ഹരി തന്റെ ജോലിക്കോട് ഇറങ്ങിയ ശേഷം ഹരിയുടെ റൂമിലുള്ള ക്രൈം ഫയലുകളൊക്കെ നമ്മുടെ സത്യഭാമയിലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. കാരണം ഏതൊക്കെ കേസാണ് അങ്ങേര് ഡീൽ ചെയ്യുന്നത്, അതുപോലെ ഇപ്പോഴത്തെ കേസിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെന്ന് അറിയണല്ലോ. അപ്പോഴാണ് മറ്റൊരു ഭാഗത്ത് ഒരു ഹസ്ബൻഡും വൈഫും വരുന്നത് കാണുന്നത്. ഇപ്പൊ അടുത്താണ് അവരെ കല്യാണം കഴിഞ്ഞ തോന്നുന്നുണ്ട്. അതിൽ വൈഫിന്റെ പേര് ഷീല, ഹസ്ബൻഡിന്റെ പേര് രാജു. എന്നാൽ വീട്ടിലേക്ക് വന്ന ശേഷം രാജു വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ അവള് ദേഷ്യപ്പെടുന്നുണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ താല്പര്യമില്ലാതെയാണ് അവരുടെ കല്യാണം നടന്നേന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോ ഫാമിലി ഫോഴ്സ് ചെയ്തിട്ടായിരിക്കും അവര് കല്യാണം കഴിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. അങ്ങനെ ദേഷ്യം തണിപ്പിക്കാന് രാജു ഒരു ബിയർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിക്കുന്നുണ്ട്. എന്നാൽ പിന്നാലെ വന്ന ഷീലയില്ലേ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം കാണിക്കുന്നത് അങ്ങനെയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മറ്റൊരു കപ്പിൾസിനാണ്. ഇതില് ഹസ്ബൻഡിന്റെ പേര് പ്രകാശ്, അതുപോലെ വൈഫിന്റെ പേര് കീർത്തി. ഇവരുടെയും കല്യാണം ഇന്നാണ് കഴിഞ്ഞത്. അങ്ങനെ ഇന്ന് രാത്രി അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. ഇവരുടെ കല്യാണം നടന്ന എങ്ങനെയെന്ന് വെച്ചാൽ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടാണ്. അവരുടെ ഫേസ് കാണുമ്പോൾ തന്നെ രണ്ടുപേർക്കും കല്യാണത്തിൽ നല്ല താല്പര്യമുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ അവര് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുകയാണ്. അടുത്ത സീനിൽ മൂന്നാമതായിട്ട് മറ്റൊരു കപ്പിൾസിനാണ് നമ്മൾ കാണുന്നത്. ഇതിലെ ഹസ്ബൻഡിന്റെ പേര് അരവിന്ദ്, അതുപോലെ വൈഫിന്റെ പേര് ശാരദ. ഇവരുടെ ലൈഫ് എങ്ങനെയാന്ന് വെച്ചാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചതാണ്. എന്നാൽ ഫാമിലി സമ്മതിച്ചിട്ടില്ല. അപ്പോൾ അവർ തീരുമാനിച്ചു ഒന്നിച്ച് ജീവിക്കാന്. അങ്ങനെ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ച് ഇനി അങ്ങോട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിച്ചത്. ഇപ്പോൾ നമ്മൾ കണ്ട 3 ഫാമിലിയിലെ ഈ 3 ഫാമിലിയുടെ ഡീറ്റെയിൽസും നമ്മുടെ ഇൻസ്പെക്ടർ ഹരിയുടെ ആ ഒരു ഫയലിൽ നിന്നാണ് ഹീറോനായിട്ടുള്ള സത്യഭാമ വായിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരുടെ ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. കാരണം അതൊരു ക്രൈം ഫയലല്ലേ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് പതിയെ പതിയെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോഴാണ് നമ്മുടെ സത്യഭാമക്ക് ഒരു കോൾ വരുന്നത്. അപ്പൊ വരുൺ ചോദിക്കുന്നുണ്ട്, ആരാ ഈ സമയത്ത്? അവന്റെ മുഖത്തൊന്ന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവന് മനസ്സിലായിട്ടുണ്ട് ഹസ്ബൻഡ് തന്നെയാണ്. ഹരി പറയുന്നുണ്ട്, ഞാനേ വീട്ടില് ഒരു ഫയൽ വിട്ടുപോയി തോന്നുന്നുണ്ട്. അതിനിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? എനിക്ക് ഫയൽ നോക്കാനോ കേസ് അന്വേഷിക്കാനോ അറിയില്ലല്ലോ, നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ ഹരി, അല്ല രാവിലെ ഞാൻ പറഞ്ഞത് മനസ്സിൽ വെച്ചിട്ടാ, സോറിന്ന് ഒന്ന് നോക്കിയിട്ട് പറയോ? ആയിക്കോട്ടെ. അങ്ങനെ
അങ്ങനെ ആര് പറഞ്ഞ പോലെ അവിടെ ആ ഒരു ഫയൽ ഉണ്ട് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ഫയൽ ഉണ്ട്. സമാധാനായി. എന്നാ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടയാണ്. അപ്പോഴാണ് അവിടെ തന്നെ മറ്റൊരു ഇല്ലന്റ് കവർ പോലെ ഒന്ന് സത്യഭാമ കാണുന്നത്. അതായത് എന്തെങ്കിലും റിപ്പോർട്ടോ അല്ലെങ്കിൽ കത്തൊക്കെ അയക്കുന്ന എൻവലപ്പ് കവറില്ലേ, അതുപോലത്തെ ഒരു കവർ. ആ ഒരു കവറും എടുത്തിട്ട് ആ റൂമിലെ തന്റെ ഓഫീസിലേക്ക് വരികയാണ്. ഇത് എന്ത് കവറായിരിക്കും? ചിലപ്പോ എന്തെങ്കിലും ലെറ്റർ ഉണ്ടെങ്കിലോ? എന്നാലും നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ലെറ്റർ ഒന്നുമില്ല. അല്ല, ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവോ? അങ്ങനെ വെറുതെ ഒന്ന് നോക്കുമ്പോൾ അതിലെന്തോ എഴുതിയ പോലെ കാണുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ശരിക്കൊന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നേ അതിൽ ലോണി എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ എന്തോ ചില നമ്പേഴ്സും ഉണ്ട്. അല്ല, ഈ ലോണി എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? അവർക്ക് രണ്ടുപേർക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇപ്പോൾ ഹരിയെ വലയ്ക്കുന്നതും അതുപോലെ കുറച്ചു നേരത്തെ നമ്മൾ കണ്ട കപ്പിൾസ് ഇല്ലേ, അവരുടെ ആ ഒരു കേസിനെ കുറിച്ച് ഒന്ന് പഠിക്കാന്ന് വെച്ചിട്ട് അവര് ആ ഒരു ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അടുത്ത സീനില് മായ എന്ന ഒരു പെൺകുട്ടി റോഡിൽ നിന്നിട്ട് ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവൾ ആരോടോ സംസാരിക്കുന്ന അറിയുന്നില്ല. എന്നാൽ അവളെ തന്നെ വേസ്റ്റ് ഒക്കെ എടുക്കുന്ന ഒരുത്തനില് തുറിച്ചു നോക്കുന്നുണ്ട്. അതായത് ഒരു വളകരായ രീതിയിൽ. പ്രതീക്ഷിക്കാതെ മായ കാഴ്ച കണ്ടിട്ടുണ്ട്. അവൾക്ക് ചെറുതായിട്ട് പേടി വന്നിട്ട് അവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പൊ ആ ഒരു താടിക്കാരനില്ലേ, ഏതോ ഒരാൾ വന്നിട്ട് ഒരു കവർ കൊടുത്തിട്ട് പോവാണ്. അതായത് കുറച്ചു നേരത്തെ നമ്മുടെ ഹീറോയിൻ സത്യഭാമയുടെ വീട്ടിൽ കണ്ട അതേപോലത്തെ ഒരു കവർ. ആ ഒരു കവറും വാങ്ങിയിട്ട് താടി നേരെ പോകുന്നത് മായയുടെ വീട്ടിലേക്കാണ്. നിങ്ങൾ വേസ്റ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? അത് കൊണ്ടുപോകാൻ വന്നതാ. അവളാണെങ്കിൽ അമ്മ ഇവിടെ ഇല്ല, വേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ അവള് ഉള്ളിലേക്ക് കയറിയപ്പോ അയാൾ പിന്നാലെ പോവാണ്. അവൾ ആ വേസ്റ്റ് എടുക്കുന്നതിന് മുൻപ് ഈ താടി അവളെ കയറി പിടിക്കുകയാണ്. അവള് രക്ഷിക്കണേ എന്ന് അലറി വിളിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് അവളുടെ ശബ്ദം കേൾക്കുന്നില്ല. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മായയുടെ അച്ഛൻ വീട്ടിലേക്ക് വരുന്നത്. മോളെ വിളിച്ചു നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല. അപ്പോഴാണ് പുറത്ത് അടുക്കളയുടെ ഭാഗത്ത് തന്റെ മകള് മരണപ്പെട്ട കാഴ്ച അങ്ങേര് കാണുന്നത്. അതില് വല്ലാതെ അവര് തകർന്നു പോകുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഷീലയാണ്. ഷീല അവളുടെ ഫോണിൽ ഒരു പയ്യന്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അവൻ ആരാന്ന് വെച്ചാല് ഷീലയുടെ എക്സ് ലവർ ആയിരുന്നു. എന്നാൽ അവളുടെ ഫാമിലി ആ ഒരു പ്രണയത്തിന് സമ്മതിക്കാതെയാണ് അവസാനം രാജുവിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കുന്നത്. അപ്പോ ആ ഒരു പ്രണയത്തിന്റെ വിരഹത്തിലാണ് അവൾക്ക് ഈ സമാധാനം ഇല്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് രാജുവും പൊരിഞ്ഞ വെള്ളടിയാണ്. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് നീയായിട്ടുള്ള കല്യാണം ഇഷ്ടമുണ്ടായിരുന്നില്ല, എനിക്ക് അവള് മതിയായിരുന്നു ദേവി, എന്നാല് എന്റെ കുടുംബം സമ്മതിക്കണ്ടേ. അപ്പോ അത് കേട്ടപ്പോ ഷീലക്കൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാൻ പറ്റാത്തത് അവർക്ക് ഓൾറെഡി ഒരു പ്രണയം ഉണ്ടായതുകൊണ്ടും ആ പ്രണയത്തിൽ നിന്ന് അവർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. അങ്ങനെ രാജുവിന്റെ പ്രണയത്തെക്കുറിച്ചൊക്കെ ഷീല അവളുടെ ബോയ്ഫ്രണ്ടിനോട് ഫോണിലൂടെ പറയുന്നുണ്ട്. അടുത്ത സീനിലെ രണ്ടാമത്തെ കപ്പിൾസ് ആയിട്ടുള്ള പ്രകാശ് എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു IT കമ്പനിയിലാണ്. നല്ല രീതിയിൽ തന്നെ തന്റെ ജോലി നോക്കുന്നുണ്ട്. പ്രകാശും കീർത്തിയും വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് അവരുടെ ലൈഫ് ലീഡ് ചെയ്യുന്നത്. അതേസമയത്ത് മൂന്നാമത്തെ കപ്പിൾസ് ആയിട്ടുള്ള നമ്മുടെ അരവിന്ദും ശാരദയിലെ അവര് പ്രണയ ജോഡികളായതുകൊണ്ട് നല്ല റൊമാൻസിലാണ്. അപ്പോൾ അതിനിടയിൽ അറിയാതെ ശാരദയുടെ കയ്യില് മുറിവായി പോവാണ്. അത് കണ്ടപ്പോ അരവിന്ദിന് സഹിക്കാൻ പറ്റുന്നില്ല. അല്ല, നീ എന്തിന് ഇത്ര സങ്കടപ്പെടുന്നേ? ഇത് ചെറിയ മുറിവല്ലേ, നിന്റെ ശരീരത്തിലൊരു ചെറിയ മുറിവാകുന്ന പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് സിറ്റിയുടെ ഒരു ഭാഗത്തായിട്ട് ഒരാൾ ഇരുന്നിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അതിലൂടെ പോകുന്ന എല്ലാ പെൺകുട്ടികളും നല്ല രീതിയിൽ തന്നെ അവൻ സ്കാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കാഴ്ച കുറച്ചു നേരത്തെ ലെറ്റർ കൊടുത്ത ആ ഒരു അജ്ഞാതനില്ലേ, അയാൾ കാണുന്നുണ്ട്. ആ ഒരു താടി കൊടുത്ത പോലെ തന്നെ ഒരു ലെറ്റർ ഇവനും കൊടുക്കുകയാണ്. ആ ഒരു ലെറ്ററിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കുമ്പോൾ പേപ്പർ ഒന്നും കാണുന്നില്ല, എന്തോ ഒരു മെസ്സേജ് കാണുന്നുണ്ട്. ആ ഒരു മെസ്സേജ് കണ്ടപ്പോ അവനും എന്തോ മനസ്സിൽ തീരുമാനിക്കുകയാണ്. എന്നിട്ട് കുറച്ചു നേരത്തെ അവനൊരു പെൺകുട്ടിയെ വായി നോക്കിയിരുന്നില്ലേ, ആ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡ് അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റുമോ? അവരാണെങ്കിൽ ഹസ്ബൻഡ് പുറത്തു പോയതാ, കുറച്ച് കഴിയുമ്പോൾ വരുള്ളൂ, അപ്പോൾ നിങ്ങൾ കുറച്ച് ഈവനിങ് ആയിട്ട് വന്നാൽ മതി. അവനാണെങ്കിൽ ചുറ്റിലും നോക്കിയ ശേഷം അവരോട് ചോദിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടുമോ? അതിനെന്താ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡി ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവനില്ലേ പതിയെ പിന്നാലെ പോവാണ്. എന്നിട്ട് ആ വാതിൽ ലോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈവനിങ് ആയപ്പോ ആ ഒരു ലേഡിയുടെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നിട്ട് തന്റെ ഭാര്യയുടെ പേര് വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ എത്ര വിളിച്ചിട്ടും അവള് വരുന്ന കാണുന്നില്ല. അല്ല, ഇവളിതിപ്പോ എവിടെയാ പോയത്? അങ്ങനെ അവളെ തേടി നോക്കുമ്പോഴാണ് അവസാനം ബെഡ്റൂമിലായിട്ട് അവള് മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ച കാണുന്നത്. ആ ഒരു കാഴ്ച കണ്ടപ്പോ ഹസ്ബൻഡ് വല്ലാതെ ഷോക്കായി പോവാണ്. അടുത്ത സീനില് നമ്മുടെ പ്രകാശും കീർത്തിയും അവരുടെ ലൈഫ് വളരെ ഹാപ്പിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രകാശിന്റെ അനിയത്തി വിളിച്ചിട്ട് കുറച്ച് പൈസ ചോദിക്കുകയാണ്. അപ്പൊ പ്രകാശ്, അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ അയച്ചേക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ അനിയത്തിക്ക് ആ പൈസ അയച്ചു കൊടുക്കുകയാണ്. എന്നാലും അത് കണ്ടപ്പോ ഭാര്യ കീർത്തിക്ക് അത് ഇഷ്ടാവുന്നില്ല. അല്ല പ്രകാശ്, ഇടക്കിടക്ക് നിന്റെ അനിയത്തി പൈസ ചോദിക്കുന്നുണ്ടല്ലോ, ചോദിക്കുമ്പോഴൊക്കെ എന്താ ആവശ്യത്തിനാന്ന് പോലും ചോദിക്കാതെ നീ എന്തിനാ പൈസ കൊടുക്കുന്നത്? നമ്മുടെ ലൈഫിൽ നമുക്കും കുറച്ച് പൈസ സേവ് ചെയ്യണ്ടേ? അപ്പൊ പ്രകാശ് പറയുന്നുണ്ട്, നീ എന്റെ ലൈഫിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നത് എന്റെ അനിയത്തിയാ. അപ്പോ അവൾക്കൊരാവശ്യം വരുമ്പോ അവൾ എന്നോടല്ലാതെ പിന്നെ ആരോടെ ചോദിക്കുക? എന്നാൽ അത് കേട്ടപ്പോ കീർത്തിക്ക് വല്ലാതെ ദേഷ്യം വന്നിട്ട് ബാത്റൂമിൽ പോയിട്ട് വാതിൽ ലോക്കിയാണ്. എന്നാൽ പുറത്തുനിന്ന് എത്ര വാതിൽ തട്ടിയിട്ടും അവൾ ആ വാതിൽ തുറക്കുന്നേ ഇല്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോഴും നമ്മുടെ പ്രകാശിന്റെ ഉള്ളില് തന്റെ ഭാര്യയ്ക്ക് ആ ഒരു ദേഷ്യപ്പ് ഉണ്ടാവോ എന്നുള്ള ആ ഒരു പേടിയുണ്ട്.
എന്നാൽ കീർത്തി ആണെങ്കിൽ മനസ്സിലൊന്നും വെക്കാതെ പ്രകാശിന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കൊടുത്തു വിടുകയാണ്. അടുത്ത സീനില് മൂന്നാമത്തെ കപ്പിൾസ് നമ്മുടെ ലവേഴ്സിലെ അതിലെ അരവിന്ദ് ജോലിയെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് തന്റെ ഭാര്യയായിട്ടുള്ള ശാരദയോട് സംസാരിക്കാൻ നോക്കുമ്പോ അവള് ചെവി കൊടുക്കുന്നേയില്ല. എന്തോ ഒരു വാശിയുള്ള പോലെ. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ കുഴപ്പം? അല്ല നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചതാ, എന്നിട്ട് നീ എന്താ ഫോൺ എടുക്കാതെ? അപ്പൊ അരവിന്ദ്, ഞാൻ ജോലിയിലായിരുന്നില്ലേ, ജോലി സമയത്ത് എനിക്ക് നിന്നോട് സംസാരിച്ചിരിക്കാൻ പറ്റുമോ? എന്നെക്കാളും പ്രധാനം നിനക്ക് ജോലിയല്ലേ? എന്നാലും ഇപ്പോ പറഞ്ഞാലും അവൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ അരവിന്ദ് അവളോട് സോറി ചോദിച്ചിട്ട് പതിയെ അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പതിയെ പ്രശ്നമൊക്കെ തീർന്നിട്ടുണ്ട്. അടുത്ത സീനില് നമ്മുടെ ഷീലയിലെ അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ഒരു കാഴ്ച നമ്മുടെ രാജു കണ്ടിട്ടുണ്ട്. അപ്പോ അവൻ ദേഷ്യത്തിൽ വന്നിട്ട് നീ ഇപ്പൊ ആരോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് കേട്ടപ്പോ അവള് പേടിച്ചിട്ട് എന്താ മറുപടി പറയണ്ടെന്നറിയാതെ തരിച്ചിരിക്കുമ്പോ രാജു പൊട്ടിച്ചിരിച്ചിട്ട് പറയുന്നുണ്ട്, നീ പേടിച്ചുപോയോ? നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ല, അതുപോലെ എനിക്കും ഈ കല്യാണത്തിന് താല്പര്യമില്ല. നീ നിന്റെ ബോയ് ഫ്രണ്ടായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നേരത്തെ അറിയാം. നമ്മുടെ ഫാമിലി നമ്മളെ ഫോഴ്സ് ചെയ്തിട്ട് കല്യാണം കഴിപ്പിച്ചു വെച്ചിട്ട് ലൈഫ് ലോങ് ഇങ്ങനെ തന്നെ ജീവിച്ചു തീർക്കണമെന്ന് ഒരു നിർബന്ധമില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, മ്യൂച്വലായിട്ട് നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ലവേഴ്സിന്റെ കൂടെ നമ്മുടെ ബാക്കി ലൈഫ് ജീവിച്ചാൽ പോരെ. അങ്ങനെ അവളും അതിന് സമ്മതിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഒരാള് പ്ലംബിംഗ് ജോലിക്കായിട്ട് ഏതോ ഒരു വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചു നേരത്തെ രണ്ടാളുകൾക്ക് ഒരു ലെറ്റർ കൊടുത്ത ആ ഒരു അജ്ഞാതനില്ലേ, ആ ഒരു അജ്ഞാന് അതേപോലത്തെ ലെറ്റർ ഈ ഒരു പ്ലംബിംഗ് ജോലി ചെയ്യുന്ന ആൾക്കും കൊടുക്കുകയാണ്. അതിന്റെ ഉള്ളിൽ എന്താ എഴുതിയെന്നറിയില്ല. ആ ലെറ്റർ കണ്ടപ്പോൾ തന്നെ അയാളുടെ ബിഹേവിയർ മുഴുവൻ മാറുകയാണ്. അങ്ങനെ ജോലിക്ക് വന്ന ആ ഒരു വീട്ടിലേക്ക് വന്ന് പ്ലംബിംഗ് വർക്കൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ വീട്ടിലെ സ്ത്രീയെ വൾഗറായിട്ട് അവൻ നോക്കാൻ തുടങ്ങാണ്. പെട്ടെന്ന് തന്നെ അവൻ ആ സ്ത്രീയുടെ അരികിലേക്ക് വന്നിട്ട് അവർ ഉപദ്രവിക്കുകയാണ്. എന്നാൽ അതേ അപ്പാർട്ട്മെന്റിൽ ഒരു ചെറിയ പയ്യൻ കുളിക്കാനായിട്ട് തന്റെ ഫ്ളാറ്റിലെ ബാത്റൂമിലേക്ക് വന്നിട്ട് ഷവർ ഓൺ ചെയ്യുമ്പോൾ ഷവറിൽ നിന്ന് വരുന്നത് ബ്ലഡ് ആണ്. ആ ഒരു പയ്യൻ വല്ലാതെ ഷോക്കായി പോയിട്ടുണ്ട്. ആ ഒരു സ്ത്രീയെ അവൻ കൊലപ്പെടുത്തിയിട്ട് വാട്ടർ ടാങ്കിൽ ഇട്ടിട്ട് പോയി തോന്നുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ഇൻസ്പെക്ടർ ഹരിയില്ലേ, അങ്ങേർക്കാണെങ്കിൽ ഹയർ ഓഫീസേഴ്സ് വിളിച്ചിട്ട് വല്ലാതെ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുക. കാരണം 3ഓളം മരണങ്ങള് തുടർച്ചയായിട്ട് ഇപ്പോൾ ആ നാട്ടിൽ സംഭവിച്ചില്ലേ, അതിന്റെ പിന്നിലെ റീസൺ എന്താണ്, ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ നോക്ക്. ഇനിയും എത്ര പേരെയാണ് നിന്റെ ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് കുരുതി കൊടുക്കാൻ പോകുന്നത്. അടുത്ത സീനില് നമ്മുടെ രാജുവും ശീലയും കുറച്ചു മുമ്പ് വരെ കീരിയും പാമ്പ് വരുന്നില്ലേ, എന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലായിട്ട് പ്രണയിക്കുന്ന ആളോട് പോകാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ വളരെ ഹാപ്പിയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ചേർന്നിട്ട് തന്നെ ഡൈവേഴ്സിനുള്ള കാര്യങ്ങൾ നീക്കുമ്പോൾ വക്കീല് പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് മിനിമം ഒരു 6 മാസം കഴിഞ്ഞാലേ ഡൈവേഴ്സിന് അപ്ലൈ പോലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്, 6 മാസം അല്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് കിട്ടുമല്ലോ, അതുവരെ ക്ഷമിക്കുക തന്നെ. അടുത്ത സീനിൽ നമ്മുടെ ലവേഴ്സ് ആയിട്ടുള്ള ശാരദയും അരവിന്ദും ഇല്ലേ, അവരുടെ ലൈഫാണ് കാണിക്കുന്നത്. ശാരദ അരവിന്ദിനെ കോഫി എടുത്തുകൊണ്ട് കൊടുക്കുമ്പോ, എടാ നീ വെറും കള്ളനാട്ടാ. അത് കേട്ടപ്പോ അവന് വല്ലാതെ ദേഷ്യം വരികയാണ്. നീ എന്നെ കള്ളാന്ന് വിളിക്കുന്നു? ഞാനല്ല കള്ളൻ, നീയും നിന്റെ ഫാമിലിയും മൊത്തം കള്ളന്മാരാ. അപ്പോ ശാരദ ദേഷ്യത്തില്, അല്ല നീ ഇത് എന്തൊക്കെയാ പറയുന്നത്, ഞാൻ തമാശ പറഞ്ഞല്ലേ, എന്നെ പറഞ്ഞാ മതിയല്ലോ, എന്റെ കുടുംബം പറഞ്ഞ കേൾക്കാതെ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നിന്റെ കൂടെ ഇറങ്ങി വന്നില്ലേ അവസ്ഥ. അടുത്ത സീനില് നമ്മുടെ പ്രകാശില്ലേ, അങ്ങേര് ജോലി കഴിഞ്ഞിട്ട് ടയർഡായിട്ട് വീട്ടിലേക്ക് വരുമ്പോ മുഖത്ത് എന്തോ ഒരു വിഷമുള്ള പോലെ വൈഫ് കീർത്തിക്ക് തോന്നുന്നുണ്ട്. അല്ല കുറച്ചു ദിവസമായിട്ട് ഞാൻ നിങ്ങളെ നോട്ട് ചെയ്യുന്നുണ്ട്, എന്താ ഒരു ടെൻഷൻ പോലെ? അപ്പോ പ്രകാശ് പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി IT കമ്പനിയിലല്ലേ വർക്ക് ചെയ്യുന്നിരുന്നത്. അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർസ് വാങ്ങാറുണ്ടായിരുന്നു, അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ എന്റെ പൈസ മുഴുവൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് പിടിച്ചേക്കണമെങ്കിൽ കുറച്ചധികം പൈസ വേണം. പിന്നെ നിന്റെ കയ്യിൽ ഫാമിലി തന്നിട്ടുള്ള സ്വർണ്ണം ഇല്ലേ, ആ സ്വർണ്ണം ഒന്ന് പണയം വെക്കാൻ തരുമോ? അങ്ങനെയാവുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് പോയാ പൈസ മുഴുവനായിട്ട് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. എന്നാൽ കീർത്തി ആണെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവൻ കളഞ്ഞില്ലേ, നമ്മുടെ സേവിങ്സ് ആയിട്ട് ലൈഫിൽ പ്രശ്നം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ ആകെയുള്ളത് ആ ഒരു സ്വർണ്ണം മാത്രം. ഇനി എന്ത് പറഞ്ഞാലും അത് ഞാൻ തരില്ല. അപ്പോ ദേശത്തിൽ പ്രകാശ്, പിന്നെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്യേ. എന്നിട്ട് പരിചയമുള്ള ഒരു പലിശക്കാരെ വിളിച്ച് പറയുന്നുണ്ട്, എനിക്കൊരു 10 ലക്ഷം രൂപ വേണമല്ലോ, അതിനി എത്ര പലിശ വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാ. അതും പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് പോവാണ്. എന്നാൽ പ്രകാശിന്റെ സിറ്റുവേഷൻ കണ്ടിട്ട് കീർത്തിക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. ഓൾറെഡി കുഴിയിൽ വീണതാണ്, പിന്നെ വീണ്ടും കുഴിയിലേക്ക് തന്നെ വീണുള്ള പരിപാടിയല്ലേ. അതായത് ഇതുവരെ നമ്മൾ കണ്ട 3 ഫാമിലിയുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഹീറോയിനും അതുപോലെ അസിസ്റ്റന്റ് വായിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. അപ്പോഴാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ വീട്ടിലേക്ക് വരുന്നത്. തന്റെ ഹസ്ബൻഡ് ടയർഡ് ആണെന്നും എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഒരു കോഫി ഇട്ടുകൊണ്ട് കൊടുത്തിട്ട്, എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ, ഞാൻ നിന്നോട് പറയാറില്ലേ, ഈ നാട്ടിലേക്ക് വന്ന ശേഷം ഇവിടെ തുടർച്ചയായിട്ട് കുറെ കൊലപാതകം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല പെൺകുട്ടികളെയും കാണാതാവുന്നുണ്ട്. എന്നാൽ അതിന്റെ പിന്നിൽ ആരാണ്, എങ്ങനെയാണ് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഒരു ക്ലൂവോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഹയർ ഓഫീസേഴ്സ് ആണെങ്കിൽ എന്റെ തല തിന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് സീനിയറിന്റെ കോൾ വരുന്നത്. എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻസ്പെക്ടർ ഹരിയിലെ അവിടുന്ന് വേഗം ഇറങ്ങിപ്പോവാണ്. തന്റെ ഹസ്ബൻഡിന്റെ സിറ്റുവേഷൻ കണ്ടപ്പോൾ തന്നെ സത്യഭാമ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടിയിട്ടെങ്കിലും ഈ ഒരു കേസ് വേഗം തന്നെ സോൾവ് ചെയ്തേ മതിയാവും. അങ്ങനെ വീണ്ടും ആ ഒരു കേസ് ഫയലില് എന്താണ് ഉണ്ടായിരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് അവർ ചെക്ക് ചെയ്ത് നോക്കാണ്. അങ്ങനെ നമ്മുടെ രാജുവും ശീലയും ഡൈവേഴ്സിന് അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോൾ 6 മാസം വേണമെന്നല്ലേ പറഞ്ഞേ. എന്നാൽ വക്കീല് പറയുന്നുണ്ട്, ഞാനൊരു ചെറിയ ഉടായ്പ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ ഇപ്പൊ വന്നിട്ട് നിങ്ങൾ സൈൻ ചെയ്താൽ നിങ്ങൾക്ക് ഡൈവേഴ്സ് ഞാൻ സെറ്റാക്കി തരാം. അത് കേട്ടപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലാവാണ്, രണ്ടാളും തുള്ളിച്ചാടുന്നുണ്ട്. അപ്പൊ ശീല, അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്റെ വക പാർട്ടി. അങ്ങനെ പാർട്ടി സെറ്റ് ചെയ്തിട്ട് രണ്ടുപേരും കുടിച്ച് കിറുങ്ങുന്നുണ്ട്. അങ്ങനെ വെള്ളടിച്ച് ബോധം പോയപ്പോ ആ
അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ ഇന്റിമേറ്റ് ആയി പോവാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലവേഴ്സ് കപ്പിളില്ലേ, അതിലെ ശാരദയാണെങ്കിൽ അവളുടെ അച്ഛനെയോ അമ്മയോ വിളിക്കാറില്ല. കാരണം ഫാമിലിയോട് പറയാതെ ഇറങ്ങി പോകുന്നതല്ലേ. എന്നാൽ തന്റെ ചേച്ചിയുമായിട്ട് ഇടയ്ക്ക് ഫോൺ ചെയ്ത് സംസാരിക്കാറുണ്ട്. അപ്പോൾ ചേച്ചി ചോദിക്കുന്നുണ്ട്, അല്ല എങ്ങനെയുണ്ട് ജീവിതമൊക്കെ, ഹാപ്പി അല്ലേ? അപ്പോൾ അവളുടെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ സംഭവിക്കുന്നതും ആ ഒരു സ്വരച്ചേർച്ചയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ചേച്ചി പറയുന്നുണ്ട്, കല്യാണ ജീവിതം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും, അതൊക്കെ അങ്ങ് സോൾവ് ചെയ്ത് പോവാം. ഇനിയിപ്പോ തീരെ സഹിക്കാൻ പറ്റുന്നില്ല, തീരെ ക്ഷമിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണെങ്കിൽ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ചേച്ചിയുണ്ട്, ഇങ്ങോട്ട് പോന്നാൽ മതി. എന്നാൽ അവള് തന്റെ ചേച്ചിയോട് സംസാരിക്കുന്ന കാര്യമൊക്കെ നമ്മുടെ അരവിന്ദ് കേട്ടിട്ടുണ്ട്. എന്നാൽ കൂടുതലൊന്നും പറയാതെ അവൻ നേരെ റൂമിലേക്ക് പോയിട്ട് ബെഡിൽ കയറി കിടക്കാണ്. എന്നാൽ ശാരദ ആണെങ്കിൽ തന്റെ ഹസ്ബൻഡിനോട് സോറി ചോദിച്ചിട്ട് ഒന്ന് സമാധാനിപ്പിക്കാന്ന് കരുതിയിട്ട് ബെഡിലേക്ക് പോയിട്ട് സംസാരിക്കാൻ നോക്കുമ്പോൾ അവനാണെങ്കിൽ ദേഷ്യത്തിൽ എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സിലാവുന്നില്ലേ ഞാനൊന്ന് ഉറങ്ങാൻ കിടന്നെയാന്ന്, എനിക്ക് കുറച്ച് സ്വൈര്യം തരുമോ? അതില് അവൾക്കും ദേഷ്യം വന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടാ? അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ആർഗ്യൂ ആവാണ്. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ കീർത്തിയോട് പ്രകാശ് സ്വർണം പണയം വെക്കാൻ ചോദിച്ചിരുന്നില്ലേ, എന്നാൽ അപ്പോ അവളത് കൊടുത്തിരുന്നില്ലല്ലോ. എന്നാൽ അതിന് പകരമായിട്ട് കുറെ പൈസ പലിശക്ക് വാങ്ങിയത് ഓർത്തിട്ട് അവൾ ആ സ്വർണം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ദേഷ്യത്തിൽ അവൻ ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ അപ്പൊ ചോദിച്ചതല്ലേ, അപ്പൊ നിനക്ക് തരാൻ പറ്റില്ലല്ലോ, ഇനി എനിക്ക് നിന്റെ സ്വർണവും വേണ്ട, ഒന്നും വേണ്ട. അപ്പോ അവളും തിരിച്ച് പറയുന്നുണ്ട്, നിങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടുപോയി കളഞ്ഞിട്ട് അപ്പൊ തന്നെ സ്വർണം വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യണ്ടേ? ആകെ കയ്യിലുള്ള സേവിങ്സും പോയാല്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെ ഇടയിൽ വീണ്ടും ആർഗ്യുമെന്റ് ആവാണ്. ആ ഒരു ആർഗ്യുമെന്റിന് അവസാനം അവർ തമ്മിൽ ഫൈറ്റ് ആവുന്നുണ്ട്. അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് ഷീലയും രാജു നല്ല ഉറക്കായിരുന്നില്ലേ. ഷീല എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് കഴിഞ്ഞ രാത്രി സംഭവിച്ച കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ ഇതൊക്കെ രാജു പ്ലാൻ ചെയ്തിട്ടാണ് തന്നോട് ചെയ്തെന്ന് കരുതിയിട്ട് അവനുമായിട്ട് അവൾ ഫൈറ്റ് തുടങ്ങാണ്. അപ്പൊ അവൻ പറയുന്നുണ്ട്, അല്ല ഞാനെന്തിനാ പ്ലാൻ ചെയ്യാൻ നിൽക്കുന്നത്, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി, അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ എനിക്ക് പണ്ടേ ആവായിരുന്നല്ലോ, നീ തന്നെയല്ലേ പാർട്ടി സെറ്റ് ചെയ്തത്, അതിന്റെ ഹാങ് ഓവറിൽ സംഭവിച്ചതാ, നിനക്കും ബോധമുണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ അവരുടെ രണ്ടുപേരുടെ ഇടയിൽ ആർഗ്യുമെന്റ് സ്റ്റാർട്ട് ആവാണ്. അതായത് ആ ഒരു 3 കപ്പിൾസിന്റെ ഇടയിലും ചെറിയ ചെറിയ ഫൈറ്റിങ്സ് വന്നിട്ട് അത് വലിയ പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആ ഒരു 3 ആളുകളുടെ വീട്ടിലും അവരുടെ ഹസ്ബൻഡ്സ് ഇല്ല, അവര് എങ്ങോട്ടോ പോയിട്ടുണ്ട്. അപ്പോഴാണ് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ലെറ്റർ വരുന്നത്. ആ ഒരു ലെറ്ററിൽ എന്താ ഉള്ളതെന്നറിയില്ല. അവർ ആ ലെറ്റർ എടുത്ത് നോക്കുമ്പോൾ അത് വായിച്ചിട്ടാൻ തോന്നുന്നുണ്ട് അവർക്ക് നല്ല റിലാക്സ് ഫീൽ ചെയ്യാണ്. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അവര് 3 പേരുടെ ഹസ്ബൻഡ്സും അവര് ക്രൂരമായിട്ട് കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ആ ഒരു കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവര് 3 ഭാര്യമാരില്ലേ അവരെയും കാണാതാവാണ്. എന്നാൽ ആ 3 ഭാര്യമാർക്ക് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ ആർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു ഡീറ്റെയിൽസ് ആണ് ആ ഒരു ഫയൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതുവരെ നമ്മുടെ ഹീറോയിൻ ആ 3 വൈഫിന്റെയും പേരും ഡീറ്റെയിൽസും മാത്രമേ കേട്ടിട്ടുള്ളൂ, അവരുടെ ഫോട്ടോ കണ്ടിരുന്നില്ലല്ലോ. അപ്പൊ അസിസ്റ്റന്റിനോട് ഫോട്ടോ കാണിക്കാൻ പറയുമ്പോൾ അസിസ്റ്റന്റ് ആ ഒരു ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫോട്ടോസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇവർക്ക് 3 പേർക്ക് എന്താ സംഭവിച്ചത്, അതിന്റെ പിന്നിലെ ആ ഒരു രഹസ്യങ്ങളില്ലേ അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, അതിനെന്താ ആയിക്കോട്ടെ. അടുത്ത സീനിൽ ഒരു പെൺകുട്ടി സ്കൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്കൂട്ടി കംപ്ലൈന്റ് ആവാണ്. ഹെൽപ്പിനെ ആരെ വിളിച്ചിട്ടും ആരും ഫോണും പിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ തൽക്കാലം അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു ഓട്ടോയും പിടിച്ച് പോകാനായിട്ട് അവൾ നോക്കുമ്പോൾ അവസാനം അവൾക്ക് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഓട്ടോ ഡ്രൈവർ ആരെന്ന് വെച്ചാല് ഒരു പെൺകുട്ടിയെ രണ്ടാമതായിട്ട് കൊലപ്പെടുത്തിയത് നമ്മൾ കണ്ടിരുന്നില്ലേ, അതേ ആള് തന്നെയാണ്. ഇനിയിപ്പോ ഈ പെൺകുട്ടിയും അവരെന്തെങ്കിലും ചെയ്യാൻ പോവാണോ എന്ന് ഭയന്ന് നിൽക്കുമ്പോൾ ഓട്ടോ കുറച്ച് ദൂരം പോയപ്പോ ആ ഓട്ടോയിലേക്ക് 2 ആളുകൾ ചാടി കയറുകയാണ്. ആ 2 ആളുകൾ ആരാ നോക്കുമ്പോൾ ഇതിനു മുൻപ് 2 പെൺകുട്ടികളെ കൊലപ്പെടുത്തിയില്ലേ, ഒരുത്തൻ പ്ലംബറായിട്ട് വന്നിട്ടും മറ്റവൻ വേസ്റ്റ് എടുക്കുന്നതിനായിട്ട് വന്നതും അവർ രണ്ടുപേരും തന്നെയാണ്. എന്നാൽ ആ പെൺകുട്ടി ശബ്ദം ഉണ്ടാക്കാതിരിക്കാനേ അവളുടെ വായു പൊത്തിയിട്ടാണ് അവളെ എങ്ങോട്ടോ അവർ കൊണ്ടുപോകുന്നത്. അവളാണ് പേടിച്ച് വിറച്ചിരിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് അവരുടെ നിർഭാഗ്യത്തിന് അവര് ഒരാൾ ഇടിച്ചു പോകുന്നത്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മുഖഭാവവും അവരുടെ സംസാരം കേട്ടപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ കുട്ടി അപകടത്തിലാണ്. അങ്ങനെ ആ ഒരു ഓട്ടോ അവിടുന്ന് മൂവായി കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ ഹീറോ ഇൻസ്പെക്ടറിലെ അങ്ങേരെ ഇൻഫോം ചെയ്യാണ്. അങ്ങേര് പറയുന്നുണ്ട്, ഏത് ഭാഗത്ത് ആ പെൺകുട്ടിക്ക് അപകടം പറ്റിയ ആ ലൊക്കേഷൻ പറ. അങ്ങനെ ആ ഒരു ലൊക്കേഷനിലേക്ക് അങ്ങേര് ബൈക്ക് എടുത്തിട്ട് വേഗത്തിൽ വരുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ലൊക്കേഷനിൽ ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ആ ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. അതായത് ആ ഒരു 3 ആളുകളില്ലേ അവര് 3 പേരും ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നത് അവളെ അബ്യൂസ് ചെയ്യാനാണ്. എന്നാൽ നമ്മുടെ ഇൻസ്പെക്ടർ ആ ഒരു സ്ഥലത്തെത്തി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഇനിയിപ്പോ സ്ഥലം മാറിപ്പോയതാണോ, ഇതേ ലൊക്കേഷൻ തന്നെയാണല്ലോ, പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവാതായപ്പോ അവിടുന്ന് അങ്ങേര് തിരിച്ചു പോവാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ സത്യഭാമയും അസിസ്റ്റന്റും കൂടി ഓൾറെഡി നമ്മൾ കണ്ട ആ ഒരു 3 കപ്പിൾസിനെ കാണാതായില്ലേ. അപ്പോൾ അവരിലെ ആണുങ്ങളുടെയും അതുപോലെ കാണാതായ പെൺകുട്ടികളുടെയും ഓരോ ഫാമിലിയിൽ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ അവരെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടുമെന്ന് അന്വേഷിക്കുമ്പോൾ അവർ ഓരോരുത്തരും ഓരോരോ അവസ്ഥയിലാണ്. ചില ആളുകളുടെ മാനസിക നില തന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. അതുപോലെ പ്രണയിച്ച് ഒളിച്ചോടി പോയില്ലേ, അവന്റെ അച്ഛൻ പറയുന്നത് അവനായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. അതായത് ആ എല്ലാ ഫാമിലിയിൽ പോയിട്ടും അവർക്ക് പ്രത്യേകിച്ചിട്ട് ഒരു ക്ലൂവും കിട്ടിയില്ല, അവർക്ക് എന്താ സംഭവിച്ചത്, അവർ എവിടെയാ പോയത് ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ അവരുടെ അന്വേഷണത്തിലാണ് ആ ഒരു ഒളിച്ചോടിപ്പോയ പെൺകുട്ടി ശാരദയില്ലേ അവളുടെ വീട് എവിടെയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. പോയി നോക്കുമ്പോൾ ആ ഒരു വീടാണെങ്കിൽ ഒരു വലിയ ഗസ്റ്റ് ഹൗസ് പോലെയുണ്ട്. അപ്പോൾ പുറത്തുണ്ടായിരുന്ന വാച്ച്മാനോട്, അല്ല നിങ്ങൾക്ക് ഈ ശാരദ എന്ന പെൺകുട്ടി അറിയാമെന്ന് ചോദിക്കുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട്, എനിക്ക് ഇവരെ അറിയാം, ഇവര് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതല്ലേ, അതിനുശേഷം ഇവരെ കാണാതെ
കാണാതായിട്ട് പിന്നെ എന്താ പറ്റിയെന്നറിയില്ല. അങ്ങനെ അവര് പോകാൻ ഒരുങ്ങുമ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന ഫോട്ടോസ് ഒക്കെ താഴെ വീണ് പോകുന്നത്. അപ്പോൾ അതില് കീർത്തിയുടെ ഫോട്ടോ കണ്ടിട്ട് വാച്ച്മാന്റെ ചെറിയ മകളില്ലേ അവള് പറയുന്നുണ്ട്, അല്ല ഇത് കീർത്തി ചേച്ചിയല്ലേ? എന്നാൽ നമ്മുടെ ഹീറോയിൻ അസിസ്റ്റന്റും ആ ഒരു പെൺകുട്ടി പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ അവര് വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാർ അവർ ഇടിക്കാൻ വരികയാണ്. ജസ്റ്റ് ഭാഗ്യത്തിന് അവർക്ക് അപകടമൊന്നും പറ്റിയില്ല. എന്നാൽ അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ സത്യഭാമയുടെ മൈൻഡിൽ ആ ഒരു കാര്യം ഓർമ്മ വരുന്നത്. ആ പെൺകുട്ടി അവള് കീർത്തിയെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, അവൾക്ക് കീർത്തിയെ കുറിച്ച് അറിയാണെങ്കിലോ. അങ്ങനെ വേഗം തന്നെ ആ പെൺകുട്ടിയുടെ അരികിൽ വന്നിട്ട് കീർത്തിയുടെ ഫോട്ടോ കാണിച്ച് ചോദിക്കുന്നുണ്ട്, ഈ ചേച്ചി നിനക്കറിയോ? അറിയാലോ, ഈ ചേച്ചിയും ആ ഒരു ഗസ്റ്റ് ഹൗസ് ആ വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നേ. ആ ഫോട്ടോ കണ്ടപ്പോ വാച്ച്മാനും പറയുന്നുണ്ട്, ശരിയാ മോള് പറഞ്ഞ പോലെ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോ അവർക്കൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്, അതായത് കാണാതായ 3 ഫാമിലിയും കല്യാണ ശേഷം ആ ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു അടുത്തടുത്ത വീട്ടിലായിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് ഉറപ്പിക്കാനായിട്ട് നമ്മുടെ ഷീലയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരും ഈ ഒരു വീട്ടിലായിരുന്നു താമസം ചോദിക്കുമ്പോൾ അതെ ഇവരും അവിടെ തന്നെ താമസിച്ചെന്ന് അവരും കൺഫേം ചെയ്യാണ്. അപ്പോൾ ഹീറോയും ചോദിക്കുന്നുണ്ട്, ഈ ഷീലയുടെ ഫാമിലിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അവളുടെ അമ്മയുടെ ചേച്ചിയുടെ വീട് അറിയാം. അങ്ങനെ ആ ഒരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ ഉടനെ തന്നെ അവരുടെ വീട്ടിൽ വന്നിട്ട് ഷീലയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഷീല അവൾ എനിക്ക് മോളെ പോലെ തന്നെയായിരുന്നു. എന്നാൽ കുടുംബക്കാരൊക്കെ നിർബന്ധിച്ചിട്ടാണ് അവൾക്ക് താല്പര്യമില്ലാത്ത ആ ഒരു കല്യാണം നടത്തി കൊടുത്തത്. എന്നാൽ ഇപ്പോൾ അവൾക്ക് എന്താ സംഭവിച്ചേ, അവൾ എവിടെയാ പോയത്, ഒന്നും ഞങ്ങൾക്ക് കണ്ടെത്താനേ പറ്റിയിട്ടില്ല. ഇത്രയും നാളും അവളില്ലാത്ത ആ ഒരു വീട് പൂട്ടിയിട്ടേക്കായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് ആ ഒരു വീട് വാടക കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിനൊരു സംശയമുണ്ട്, അതായത് ആ വീട്ടിന്റെ അടുത്തുള്ള ഓരോ വീട്ടിലെ ആളുകൾ ഈ അടുത്തടുത്തായിട്ട് കൊല്ലപ്പെട്ടിട്ടില്ലേ? അപ്പോൾ ഇതിനു മുൻപും അവിടെ ആളുകൾ താമസിച്ചിട്ടുണ്ടാവുമല്ലോ, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഷീലയുടെ അമ്മയുടെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങാണ്. അങ്ങനെ അവരോടൊന്ന് പോകാൻ നോക്കുമ്പോൾ അവളുടെ ഷൂസിൽ എന്തോന്നായിട്ടുണ്ട്. അത് തുടയ്ക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു ചെടിച്ചട്ടിയില്ലേ അവരുടെ നേരേക്ക് വീഴാണ്. ജസ്റ്റ് മിസ്സിൽ അവൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അപ്പോഴാണ് മുകളിലേക്ക് നോക്കുമ്പോൾ ഏതോ ഒരു അജ്ഞാതനില്ലേ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകുന്നത് കാണുന്നേ. അല്ല അവൻ ആരാണ്? അവനെ പിടിക്കാൻ നോക്കുമ്പോൾ അതിനുള്ളിൽ അയാൾ അവിടെ നിന്ന് തടി തപ്പിയിട്ടുണ്ട്. ഓൾറെഡി ആ ഒരു വീടുകളിൽ താമസിച്ചിട്ടുള്ള ഓരോരുത്തരായിട്ട് കൊല്ലപ്പെട്ടിട്ടില്ലേ? അപ്പോൾ ഇനിയും ആ വീട്ടിലേക്ക് ആരെങ്കിലും സ്റ്റേ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവനും ആപത്താണെന്ന് നമ്മുടെ ഹീറോയിന് ഉറപ്പാവുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് നോട്ടിടാനായിട്ട് ആ ഒരു വീടിന് ചുറ്റുമായിട്ട് ഹിഡൻ CCTV ക്യാമറകൾ സെറ്റ് ചെയ്യാൻ തന്റെ അസിസ്റ്റന്റിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു ക്യാമറകളൊക്കെ അവൻ നല്ല വ്യക്തമായിട്ട് തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്, അവിടെ നിന്ന് തന്നെ എന്താണ് സംഭവിക്കുന്നത്, എന്തെങ്കിലും സംശയ സാഹചര്യം ഉണ്ടോ, എല്ലാ കാര്യവും നീ നോട്ടിട്ടിട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യും. നമ്മുടെ അസിസ്റ്റന്റ് അതിന് സമ്മതിക്കുകയും ചെയ്യാണ്. അങ്ങനെ അടച്ചിട്ട് ആ ഒരു വീട്ടിലേക്ക് പുതുതായിട്ട് ഒരു കപ്പിൾസ് സ്റ്റേ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് ഹസ്ബൻഡ് പറയുന്നത്, നീ ഒന്ന് ഇങ്ങോട്ട് വാ. വൈഫ് ഓടി വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് പൈപ്പ് എടുത്തിട്ട് അവളുടെ മേത്ത് വെള്ളം ഒഴിക്കുകയാണ്. അതായത് അവരുടെ രണ്ടുപേരുടെയും കല്യാണം ഇപ്പൊ അടുത്തല്ലേ കഴിഞ്ഞത്. അവര് ഹാപ്പി ആയിട്ട് തന്നെ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാണ്. അപ്പൊ ആ കാഴ്ചയൊക്കെ നമ്മുടെ അസിസ്റ്റന്റും ഒളിഞ്ഞ് നോട്ടിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പതിയെ ദിവസങ്ങൾ മുന്നോട്ട് പോവാണ്. എന്നാൽ ഹീറോയിൻ അസിസ്റ്റന്റിനോട് പറഞ്ഞിട്ടുള്ളത്, നീ അവിടെ തന്നെ എല്ലാ നിമിഷവും അവരെ നോട്ടിട്ടുകൊണ്ട് തന്നെ ഇരുന്നു. എന്തെങ്കിലും ഒരു എവിഡൻസോ എന്തെങ്കിലും ക്ലൂ അവരിൽ നിന്നേ ഇനി നമുക്ക് കിട്ടാനുള്ളൂ. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോനും വീട്ടിലിരുന്നിട്ട് CCTV വിഷ്വൽസ് കണ്ടോണ്ടിരിക്കുന്നില്ലേ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഇൻസ്പെക്ടർ വരുന്നത്. അല്ല ഇവിടെ ഇതിപ്പോ എന്തായി കണ്ടോണ്ടിരിക്കുന്നത്? എന്നാൽ ഹസ്ബൻഡ് നോട്ടെടുത്തിട്ട് മനസ്സിലായപ്പോ പെട്ടെന്ന് തന്നെ ഹീറോയിൻ ആ ഒരു ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യാണ്. അല്ല നീ എന്താ ലാപ്പിൽ കണ്ടോണ്ടിരുന്നേ? അതൊന്നുമില്ലാന്ന്. എന്നാൽ അസിസ്റ്റന്റ് അവരെ നോട്ടിട്ടും പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. അപ്പോ ഗെയിം കളിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുന്നത്. നോക്കുമ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവാണ്. അതായത് എന്താ പ്രശ്നം എന്ന് വെച്ചാല് വൈഫാണെങ്കിൽ ഹസ്ബൻഡ് പല പെൺകുട്ടികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലേട്ട് ചെയ്യുന്ന പോലെ ചാറ്റ് ചെയ്ത മെസ്സേജുകൾ പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഹസ്ബൻഡ് ആണെങ്കിൽ ഞാൻ നോർമലായിട്ട് മാത്രമേ ചാറ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ആ ഒരു ചാറ്റ് കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാണോ നോർമൽ ചാറ്റ്? ഇത് നിറച്ച് റൊമാൻറ്റിക് ചാറ്റ് ആണല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവാണ്. അത് കാണുമ്പോൾ അസിസ്റ്റന്റ് ചിന്തിക്കുന്നുണ്ട്, അല്ല ഇന്നലെ വരെ തേനും അടയും പോലെ ഭയങ്കര ക്ലോസ് ആയിരുന്നല്ലോ, ഇന്നിപ്പോ പെട്ടെന്ന് എന്താ സംഭവിച്ചേ? അപ്പോഴാണ് നമ്മുടെ അസിസ്റ്റന്റ് വരുണിനെ ബാത്റൂമിൽ പോകാൻ മുട്ടുന്നത്. എന്തായാലും അവർ കുറച്ചേരം ഫൈറ്റ് ചെയ്തോണ്ടിരിക്കും, ഒന്ന് പോയിട്ട് വരുന്നേ, അതിന്റെ ഇടയിൽ എന്ത് സംഭവിക്കാനോ? അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയിനില്ലേ വെറുതെ വീണ്ടും ആ ഒരു ലാപ്ടോപ്പ് തുറന്നിട്ട് വിഷ്വൽ കാണാൻ നോക്കുമ്പോൾ ആ ഒരു CCTVയിലെ 2 ക്യാമറ കട്ടായിട്ടുണ്ട്. അതിൽ വിഷ്വൽസ് കാണുന്നില്ല. അല്ല ക്യാമറക്ക് എന്താ സംഭവിച്ചേ? ഉടനെ തന്നെ നമ്മുടെ വരുണിനെ വിളിച്ചു നോക്കുമ്പോൾ വരുണാണെങ്കിൽ ഫോൺ പിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഹീറോയിനൊരു സംശയമുണ്ട്, ഇനിയിപ്പോ വരുണിന് അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? അങ്ങനെ വേഗം തന്നെ തന്റെ സ്കൂട്ടി എടുത്തിട്ട് ആ ഒരു വീട്ടിലേക്ക് പോവാണ്. ഓൾറെഡി റെസ്ക്യൂവിനായിട്ട് ഒരു ലൈസൻസ് ഗണ്ണ് എടുത്തിട്ടാണ് ഹീറോ വന്നിട്ടുള്ളത്. അങ്ങനെ പതിയെ വീട്ടിലേക്കായിരുന്നു നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ആ വീട്ടിലുണ്ടായിരുന്ന ഹസ്ബൻഡിനെ വൈഫിനെയും കാണാനുമില്ല. അല്ല അസിസ്റ്റന്റ് വരുൺ അവനെവിടെ? അവനെ നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. അപ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് ഗാർഡനിൽ ആരോ വീണ് കിടക്കുന്ന കാണുന്നേ. പോയി നോക്കുമ്പോൾ അത് വരുൺ തന്നെയാണ്. അവന്റെ ബോധം പതിയെ മങ്ങുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എന്നെ ആരോ പിന്നിൽ നിന്ന് തലക്കടിച്ചതാ. അങ്ങനെ വേഗം തന്നെ അവനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാണ്. അങ്ങനെ അവന്റെ മുറിവിനൊക്കെ കെട്ടിട്ട ശേഷം ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല വരുണേ അവർക്ക് രണ്ടുപേർക്കും എന്താ സംഭവിച്ചേ? പെട്ടെന്ന് അവരെങ്ങനെ കാണാതെ? അവൻ പറയുന്നുണ്ട്, അവസാനം ഞാൻ കാണുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫൈറ്റ് ആയിരുന്നു. അപ്പോൾ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പോകാൻ നോക്കുമ്പോഴാണ് ആരോ എന്നെ പിന്നിൽ നിന്ന് അടിച്ച് താഴെയിടുന്നത്. എന്റെ ബോധം മങ്ങിപ്പോയി. പിന്നെ അവിടെ എന്താ സംഭവിച്ചേ? അവർക്ക് എന്താ സംഭവിച്ചത് ഞാൻ കണ്ടില്ല. അപ്പോൾ എന്തായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് ആ ഒരു വീഡിയോ ഫുട്ടേജ് നോക്കാലോ. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വരുണിന്റെ പിന്നാലെ ഒരുത്തം വന്നിട്ട് അവന്റെ തലക്കടിക്കുന്നത്. എന്നാൽ അവനെ അടിച്ചത് ആരാണെന്ന് കാണുന്നില്ല. കാരണം അയാൾ
അയാളുടെ കൈ മാത്രമേ ആ ഒരു വിഷ്വല് പതിഞ്ഞിട്ടുള്ളൂ. അല്ല വേറെ ആംഗിളിലെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലോ? എന്നാൽ വേറെ എവിടെയും പതിഞ്ഞിട്ടില്ല. എന്നാൽ അപ്പോഴാണ് പുറത്ത് ആ ഒരു വന്ന അജ്ഞാതനില്ലേ അയാളൊരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ കാറ് എടുത്തിട്ട് അയാളോട് പോകുന്നുണ്ട്. ആ കാറ് കണ്ടപ്പോ രണ്ടാളുകൾക്കും തോന്നുന്നുണ്ട്, അല്ല ഇതിനു മുൻപ് ഈ ഒരു കാറ് നമ്മൾ എവിടെയോ കണ്ടിട്ടില്ലേ? അതായത് ഒരിക്കൽ ഇവർ രണ്ടുപേരും ബൈക്ക് എടുക്കാൻ നോക്കുമ്പോ ഒരു കാർ അവർ ഇടിക്കാൻ നോക്കിയിരുന്നില്ലേ? അതേ കാറ് തന്നെയാണ് ഇപ്പോ അവിടുന്ന് പോയത്. അത് മാത്രല്ല അവരെ ആ കാർ ഇടിക്കാൻ വന്നത് ഇവിടുന്ന് നമ്മുടെ ഷീലയുടെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിന്റെ അരികിൽ വെച്ചിട്ടല്ലേ? അതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ഹീറോന്റെ തലയിൽ ആരോ ചെടിച്ചട്ടി ഇട്ട് അവളെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്കൊരു കാര്യം ഉറപ്പാണ്, അതായത് ഈ കേസ് അന്വേഷിക്കുന്നത് ആർക്കോ തീരെ പിടിക്കുന്നില്ല. എന്നാൽ ഇവരാണെങ്കിലേ ആ ഒരു കാറ് വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്, അതിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു നമ്പർ യൂസ് ചെയ്തിട്ട് ആ കാർ ആരതാണ്, അതിന്റെ പിന്നിൽ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാം. അങ്ങനെ ഡിറ്റക്റ്റീവായ നമ്മുടെ ഹീറോയിൻ സത്യഭാമക്ക് പരിചയമുള്ള ഒരാളോട് ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളും ആ ഒരു കാറിന്റെ ഡീറ്റെയിൽസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അഡ്രസ്സ് കിട്ടിയില്ലേ, അപ്പൊ പോയി നോക്കുക തന്നെ. അങ്ങനെ നമ്മുടെ സത്യഭാമ പോകാൻ ഒരുങ്ങുമ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, ഞാനും കൂടെ വരാം, തൽക്കാലം നീ പെങ്ങോട്ടും വരണ്ട, നിനക്ക് വയ്യാത്തതാണ്, നീ റെസ്റ്റ് എടുക്കുക. അങ്ങനെ പതിയെ ഹെൽപ്പിനായിട്ട് തന്റെ കയ്യിൽ ഗണ്ടുമായിട്ട് ആ ഒരു വീട്ടിലേക്ക് കയറാണ്. എന്നാൽ സത്യഭാമയെ ആ വീട്ടിൽ കണ്ടപ്പോ തന്നെ ആ വീട്ടിൽ നിന്ന് രണ്ടാളുകളില്ലേ ഓടി തള്ളുന്നുണ്ട്. അപ്പോ ആ ഒരു ഹസ്ബൻഡിനും വൈഫിനും എന്താണ് സംഭവിച്ചത്, അതിന്റെ പിന്നിലെ യുവമാര് തന്നെയായിരിക്കും. അങ്ങനെ അവരെ പിടിക്കാന് അവരുടെ പിന്നാലെ പാഞ്ഞു പോകുമ്പോ അവരാണെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു കാട്ടിലേക്ക് കയറാണ്. എന്നാൽ നമ്മുടെ സത്യഭാമ പിന്നാലെ പാഞ്ഞു വന്നിട്ടും അവരെ കാണുന്നില്ല. അല്ല ഇപ്പൊ മുമ്പിലുണ്ടായിരുന്നല്ലോ, അവരിത് എവിടെയാ പോയെ? അപ്പോഴാണ് അവർ രണ്ടുപേരും അവിടെ ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത്. എന്നാൽ കുറച്ചേരം നോക്കിയിട്ട് അവിടെ ആരെയും കാണാതായപ്പോ നമ്മുടെ സത്യഭാമ അവിടുന്ന് തിരിച്ചു പോവാണ്. സമാധാനായി, അവര് പോയല്ല. അങ്ങനെ അവർ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ സത്യഭാമ എവിടെയും പോയിട്ടില്ല, അവരുടെ നേരെ പിന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഹീറോനെ കണ്ടിട്ട് പേടിച്ചു വരച്ചിട്ട് അവര് ജീവനും കൊണ്ട് അവിടെ ഓടുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോഴാണ് അവരുടെ കൂട്ടാളി മൂന്നാമത്തവനില്ലേ അവൻ അങ്ങോട്ട് വരുന്നത്. അവനാണെങ്കിൽ മണ്ണെടുത്തിട്ട് നമ്മുടെ സത്യഭാമയുടെ മുഖത്തേക്ക് എറിയാണ്. അതില് അവളുടെ കണ്ണില് മണ്ണ് പോയിട്ടുണ്ട്, അവൾക്ക് കണ്ണ് തുറക്കാനേ പറ്റുന്നില്ല. അപ്പൊ അവര് 3 പേരും കൂടി നിനക്കൊക്കെ എന്തിന്റെ കേടാടി അതും പറഞ്ഞ് അവരെ കളിയാക്കിയിട്ട് അവരുടെ ബൈക്ക് എടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അങ്ങനെ നമ്മുടെ ഹീറോനാണെങ്കിൽ വയ്യാതായിട്ട് തന്റെ വീട്ടിലേക്ക് വരുമ്പോ ആ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഗേറ്റ് തുറക്കാൻ നോക്കുമ്പോല്ലേ ആ ഒരു കഥയിൽ തൊട്ടത് ഓർമ്മയുള്ളൂ, ഷോക്ക് അടിച്ചിട്ട് നമ്മുടെ സത്യഭാമ തെറിച്ച് ദൂരെ പോയി വീഴാണ്. ആ ഒരു കാഴ്ച ഷോക്കായിട്ട് നമ്മുടെ SI ഹസ്ബൻഡ് ഓടി വന്നിട്ട്, അല്ല നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ എനിക്ക് എന്താണെന്നറിയില്ല, ഷോക്ക് അടിച്ച പോലെ എന്തോ സംഭവിച്ചതാ, പേടിക്കണ്ട നിനക്കൊന്നുമില്ല. അങ്ങനെ അവൾക്ക് കൈ കൊടുത്ത് അവളെ സപ്പോർട്ട് ചെയ്ത് പതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ആ ഒരു ഗേറ്റില് ആരോ ഷോക്ക് അടിക്കാനായിട്ട് വയറ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഏതോ ഒരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ ഒരു സ്ഥലം, അങ്ങോട്ടേക്ക് ഏതോ ഒരാൾ വരികയാണ്. അയാള് മുഖം മറിച്ചിട്ടുണ്ട്. അതായത് ഇടക്ക് നമ്മൾ കാണാറുണ്ടായിരുന്ന ആ ഒരു അജ്ഞാതനില്ലേ അയാൾ തന്നെയാണിത്. ഇങ്ങേര് തന്നെയാണ് കുറച്ചു നേരത്തെ അവസാനമായിട്ട് കാണാതായ ഹസ്ബൻഡ് വൈഫും ഇല്ലേ അവരിലെ ഹസ്ബൻഡിനെ തട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. എന്നാലും വൈഫിനെ അവിടെ ഇവിടെ കാണാനില്ല. ആ ഒരു അജ്ഞാതനാണെങ്കിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് നമ്മൾ കേൾക്കുന്നില്ല. അടുത്ത സീനില് നമ്മുടെ സത്യഭാമയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. എന്നാലും തന്റെ ഇൻവെസ്റ്റിഗേഷൻ വഴി കറക്റ്റാണ്, അതുകൊണ്ടാണല്ലോ തനിക്ക് അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്താണ്, ആ ഒരു കാറിന്റെ നമ്പർ അല്ലേ. അപ്പോൾ ആ ഒരു കാറ് കുറച്ചു നാളായിട്ട് എവിടേക്കാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്, ആ ഒരു ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുമ്പോൾ ഒരു ഫോറസ്റ്റ് അരികിലേക്ക് കുറച്ചു നാളായിട്ട് ഇടക്കിടക്ക് ആ ഒരു കാറ് പോകാറുണ്ടായിരുന്നുള്ള ഡീറ്റെയിൽസ് കിട്ടാണ്. ഒരിക്കൽ അപകടത്തിൽപ്പെട്ടിട്ടും നമ്മുടെ നായിക പഠിച്ചിട്ടില്ല, കയ്യില് ഗണ്ണുള്ള ധൈര്യത്തില് ആ ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്ക് അവള് തനിച്ച് പോവാണ്. അങ്ങനെ കുറച്ചു ദൂരം പോയപ്പോ എന്തോ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോഴാണ് അവർ കാണുന്നത് നമ്മൾ കണ്ട 3 ഫാമിലിയില്ലേ, അതായത് ഷീല, കീർത്തി, ശാരദ, ആ ഒരു 3 വൈഫും അവര് 3 പേരും അവിടെ മരണപ്പെട്ട് കിടക്കാണ്. അല്ല ഇവരുടെ ബോഡി എങ്ങനെ ഇവിടെ എത്തിയ? ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ. എന്തായാലും വന്നെത്തിയത് കറക്റ്റ് സ്ഥലത്താന്ന് തോന്നുന്നുണ്ട്. ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട്. എന്നാലും പതിയെ മുന്നോട്ട് വരുമ്പോഴാണ് അവിടെ ഒരു വീടുള്ളത് നമ്മുടെ സത്യഭാമ കാണുന്നത്. കുറച്ച് നേരത്തെ നമ്മളൊരു അജ്ഞാതനെ കണ്ടില്ലേ, അവനും ഇതേ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അവിടെ തന്നെയാണ് നമ്മുടെ അവസാനം പിടിച്ചുകൊണ്ടെന്ന ഹസ്ബൻഡിനെയും അവൻ കെട്ടിവെച്ചിട്ടുള്ളത്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ആ ഒരു മുഖമൂടിക്കാരനില്ലേ അജ്ഞാതൻ, അതൊരു ആണല്ല മറിച്ച് ഒരു പെണ്ണാണ്. അവള് ഹസ്ബൻഡിനെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോ പിന്നാലെ വന്ന നമ്മുടെ സത്യഭാമ ഹസ്ബൻഡിനോട് ശബ്ദിക്കരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കയ്യിലെ ഗണ്ണുമായിട്ട് ആ ഒരു ലേഡിയെ അവളെ ലോക്കിയാണ്. അങ്ങനെ അവിടെ കുടുങ്ങിപ്പോയ ഹസ്ബൻഡിനെയും വൈഫിനെയും നമ്മുടെ സത്യഭാമ രക്ഷപ്പെടുത്താണ്. എന്നിട്ട് ആ ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താ, നീ എന്തിനതൊക്കെ ചെയ്യുന്നേ? എന്റെ പേര് പ്രിയാന്നാ. പിന്നെ ഞാനിത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, എനിക്ക് വേണ്ടി പല ആളുകളും പുറത്തുണ്ട്, അവര് ചെയ്തോളും. ഞങ്ങളൊക്കെ ഒരു വെബ്സൈറ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. ആ വെബ്സൈറ്റിന്റെ പേരാണ് ലോണി. അതായത് ഈ ഡാർക്ക് വെബില്ലേ അതിന്റെ ഒരു ഭാഗം തന്നെ. ചെറിയ കുട്ടികൾ വരെ ആ ഒരു സൈറ്റിൽ അഡിക്റ്റ് ആണ്. അങ്ങനെ ഒരു ചെറിയ പയ്യൻ ഡാർക്ക് വെബിലെ ലോണി എന്ന വെബ്സൈറ്റില് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വന്ന ഒരാള് നീ എന്താണ് കാണുന്നതെന്ന് ചോദിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ പിടിച്ചു വാങ്ങാണ്. എന്നാൽ പതിയെ ആ വീഡിയോ കണ്ടിട്ട് ആ ഒരു പയ്യന്റെ മനസ്സിനെ മാറിയിട്ടുണ്ട്. അയാളെ ആ ചെറിയ പയ്യൻ കത്തി വെച്ചിട്ട് ക്രൂരമായി കൊന്നുകളയാണ്. അതായത് വയലൻസ് ആയിട്ടുള്ള പല വീഡിയോസുമാണ് ആ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാറ്. വെബ്സൈറ്റ് ഫോളോ ചെയ്യുന്ന പല ആളുകളും റെക്കമെൻഡ് ചെയ്യുന്ന പോലെയാണ് ഇവര് ഓരോ ടാർഗറ്റിനെയും സെറ്റ് ചെയ്യാറ്. അപ്പോൾ നോർമലി ആ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ആളുകളുടെ മൈൻഡും അതുപോലെ തന്നെ ആവില്ലേ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കിയ എന്റെ വെബ്സൈറ്റിൽ അഡിക്റ്റ് ആയിട്ടുള്ള 3 ആളുകൾ എന്റെ കൂടെയുണ്ട്. അവരെ വെച്ചിട്ടാണ്
എനിക്ക് വേണ്ട എല്ലാ കാര്യവും ഞാൻ ചെയ്യിപ്പിക്കുന്നത്. അതായത് പ്രിയ തന്നെയാണ് അജ്ഞാതനെ പോലെ മുഖമൊക്കെ മറിച്ചിട്ട് ആ ഒരു ലെറ്ററിലെ ലോണിയെന്നും അതുപോലെ വെബ്സൈറ്റിൽ ആരാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഓൾറെഡി അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. അത് വെച്ചിട്ട് അവർക്ക് കമാൻഡ് കൊടുത്തിരുന്നത്. അപ്പോഴാണ് പ്രിയക്ക് സൊസൈറ്റിയോട് അതുപോലെ ജനങ്ങളോട് എന്താണ് ഇത്രയ്ക്ക് ദേഷ്യം വരാനുള്ള കാരണമെന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. പ്രിയയും രമേശും കല്യാണം കഴിച്ചിട്ട് കുറെ വർഷമായിട്ട് ഒന്നിച്ച് ജീവിക്കുകയാണ്. അപ്പോഴാണ് അവൾ ഓർക്കുന്നത്, അല്ല ഇന്ന് എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ അല്ലേ, എന്നാലും അങ്ങേര് ജോലിക്ക് ഓഫീസിലേക്ക് പോയതല്ലേ, ഡയറക്റ്റ് ഓഫീസിൽ പോയി തന്നെ ഒന്ന് വിഷ് ചെയ്ത് കളയാം. എന്നാൽ രമേശ് കാണാൻ പോയപ്പോ രമേശിനെ ഏതോ ഒരു പെൺകുട്ടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് അവൾ കണ്ടത്. അതിൽ അവളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ജോലി കഴിഞ്ഞിട്ട് രമേശ് വീട്ടിലേക്ക് വന്നപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അപ്പോ നിങ്ങൾ എന്നെ ചതിക്കായിരുന്നല്ലേ. അങ്ങനെ അവള് ഓഫീസിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രമേശ് പറയുന്നുണ്ട്, നീ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചതാ. അത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാണ്. അവൾക്ക് ലവ് ഫെയിലർ ആയിട്ട് അവളുടെ സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവള് തന്നെ അറിയാതെ എന്റെ തോളിൽ ചാഞ്ഞതാ, അല്ലാതെ നീ കരുതുന്ന പോലെ ഒന്നുമില്ല. അങ്ങനെ പ്രിയ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ തന്റെ ഹസ്ബൻഡ് പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് ഉള്ളിലൊരു ചെറിയ സംശയം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തിന് ശേഷം അങ്ങേരെ നമ്മുടെ പ്രിയ ഫോളോ ചെയ്യാണ്. അപ്പോഴാണ് ഓഫീസിൽ വെച്ച് കണ്ട അതേ പെൺകുട്ടി തന്നെ അങ്ങേരെ ഹഗ് ചെയ്ത് നിൽക്കുന്നത് അവള് കാണുന്നത്. എന്നാൽ അവള് മറുത്തൊന്നും ചോദിച്ചില്ല. അങ്ങനെ വീട്ടിലെത്തിയപ്പോ ഹസ്ബൻഡ് ആ കാര്യം ഇങ്ങോട്ട് പറയുന്ന അവള് പ്രതീക്ഷിച്ചിട്ടും അങ്ങേരൊന്നും പറഞ്ഞില്ല. അപ്പൊ രമേശിനോട് ഫുഡ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കഴിച്ചാലോ. അങ്ങനെ ഫുഡ് സർവ് ചെയ്യുമ്പോൾ തന്നെ അവള് പറയുന്നുണ്ട്, ഇന്നും ഞാൻ ആ കാഴ്ച കണ്ടല്ലോ, ആ ലവ് ഫെയിലർ പെൺകുട്ടിയില്ലേ, അവള് ഇന്നും നിങ്ങളെ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ എന്താണ് ശരിക്കും സംഭവിച്ചെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനേ രമേശ് ട്രൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രിയ രമേശിന്റെ കഴുത്തെടുത്ത് അയാളെ കൊലപ്പെടുത്തുകയാണ്. അതായത് പ്രിയ പതിയെ ഒരു സൈക്കോ ആയിട്ട് മാറുകയാണ്. അപ്പോഴാണ് രമേശിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. നോക്കുമ്പോൾ മോനിക്കയാണ്, അതായത് അങ്ങനെ ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്ന അതേ പെൺകുട്ടി. എന്നാൽ പ്രിയ കാര്യങ്ങൾ പറയാതെ എന്റെ ഹസ്ബൻഡ് ഫോണിട്ട് വെച്ച് മറന്നു പോയതാ. അപ്പൊ മോനിക, മേഡം നിങ്ങളെന്നെ കണ്ട് തെറ്റിദ്ധരിച്ചു തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, നിങ്ങളൊന്ന് മീറ്റ് ചെയ്യാൻ വന്നോട്ടെ. അങ്ങനെ മോനികയും പ്രിയയെ കാണാൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ പ്രിയ കുറച്ചു നേരം നിൽക്ക്, ഞാൻ കോഫി എടുത്തിട്ട് വരാം. അങ്ങനെ കോഫി എടുക്കാൻ പോയപ്പോഴാണ് വെറുതെ മോനിക്ക വീട്ടിലൂടെ നടക്കുമ്പോൾ അവിടെ ബ്ലഡ് കാണുന്നത്. ആ ഒരു ബ്ലഡ് മാർക്ക് ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ രമേശ് മരണപ്പെട്ട് കിടക്കുന്നത് അവള് കാണുന്നത്. ആ ഒരു കാഴ്ച കണ്ടിട്ട് അവള് വല്ലാതെ ഷോക്കായിട്ട് അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അതിനുള്ളിൽ പ്രിയ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ മൃഗീയമായിട്ട് അവള് പ്രിയയെ കൊലപ്പെടുത്താണ്. എന്നാൽ പ്രിയയും ആദ്യം താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോ നിലവിൽ മരണപ്പെട്ടിട്ടുള്ള ആളുകൾ താമസിച്ച അതേ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ ആരൊക്കെ താമസിക്കാൻ വന്നാലും അവരെയൊക്കെ തന്റെ ലൈഫായിട്ട് കമ്പയർ ചെയ്തിട്ട് പ്രിയ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തുന്നത്. അങ്ങനെയാണ് അവസാനം ആ ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയും തട്ടിക്കൊണ്ടുവന്ന് അവരെയും കൊലപ്പെടുത്താൻ ട്രൈ ചെയ്തത്. നമ്മുടെ ഹീറോയിൻ സത്യഭാമ പറയുന്നുണ്ട്, പ്രിയ നിന്റെ ഹസ്ബൻഡ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ വെറുതെ സംശയിച്ചിട്ട് നിന്റെ ഹസ്ബൻഡിനെ നീ തന്നെ കൊന്നു കളഞ്ഞതാ, നിന്നെ ഞാൻ പോലീസിനെ ഏൽപ്പിക്കാൻ പോവാ. അപ്പോൾ അവള് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളെന്താ തമാശ പറയാ, എന്നെ പോലീസിൽ ഏൽപ്പിക്കുന്നോ? എന്റെ വെബ്സൈറ്റിലെ ലൂണിലെ ആളുകള് എല്ലാ സ്ഥലത്തും ഉണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്, നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹീറോൻ അത് നമുക്ക് കാണാലോ. അങ്ങനെ പ്രിയയെ ലോക്ക് ചെയ്ത് അവിടുന്ന് കൊണ്ടുവന്ന് നോക്കുമ്പോ അതിനുള്ളിലെ പ്രിയയുടെ അടയാൾക്കാരായിട്ടുള്ള 3 ആളുകളിലെ അവരങ്ങോട്ട് വന്നിട്ട് നമ്മുടെ സത്യഭാമയെ അടിച്ച് ബോധം കെടുത്താണ്. അവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാന് ആ ഒരു കപ്പിൾസ് ട്രൈ ചെയ്യുമ്പോൾ ആ ഒരു 3 സൈക്കോകളില്ലേ ഒരിക്കലും അവരെ വിടാതിരിക്കാന് അവരുടെ പിന്നാലെ വരുന്നുണ്ട്. അങ്ങനെ അവരെ ലോക്ക് ചെയ്തിട്ട് ആ ഒരു വൈഫിനെ അബ്യൂസ് ചെയ്യാൻ നോക്കാണ്. എന്നാൽ എങ്ങനെയെങ്കിലൊക്കെ അവരെ സ്റ്റോപ്പ് ചെയ്യാൻ ഹസ്ബൻഡ് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അപ്പോൾ അതിനുള്ളില് അങ്ങോട്ട് നമ്മുടെ ഹീറോനിലെ ഗണ്ണുമായിട്ട് വരികയാണ്. അതായത് ഹീറോന് ചെറിയ മുറിവിൽ പറ്റിയിരുന്നുള്ളൂ. അങ്ങനെ അവരെ 4 പേരെയും ഷൂട്ട് ചെയ്ത് അവിടെ വെച്ച് തന്നെ തീർത്തളയാണ്. എന്നിട്ട് പോലീസിനെ ഇൻഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്റെ അസിസ്റ്റന്റിന്റെ മുറിവൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും അവനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല മേഡം, പ്രിയ അവസാനം പറഞ്ഞിരുന്നില്ലേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും അവരുടെ ഡാർക്ക് വെബിലുള്ള ആളുകളുണ്ടെന്ന്, അവരാരാണെന്ന് കണ്ടെത്താൻ പറ്റിയോ? അപ്പോൾ അത് ആരാണെന്ന് നമ്മുടെ ഹീറോനൊന്ന് ശരിക്കും ഓർത്തു നോക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് സത്യഭാമയുടെ ഹസ്ബൻഡ് ഹരിയില്ലേ, ഇൻസ്പെക്ടർ, അങ്ങേരും ഈ ഒരു സംഘത്തിൽപ്പെട്ട ആള് തന്നെയാണ്. ഒരിക്കൽ ഒരു പെൺകുട്ടി ഓട്ടോയിൽ തട്ടിക്കൊണ്ടുപോയിട്ട് ആ ഒരു 3 സൈക്കുകളും അവളെ അബ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നില്ലേ, അപ്പൊ അങ്ങോട്ടേക്ക് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മുടെ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അങ്ങേര് പറഞ്ഞത്, അല്ലടാ നിങ്ങൾക്ക് 3 ആക്കും ആർക്കും സംശയം കൊടുക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരുത്തിന്റെ മുമ്പിൽ പോയി ചാടി കൊടുത്തില്ലേ, അയാൾ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോ ഞാനായിരുന്നോണ്ട് രക്ഷപ്പെട്ടു, ഇനിയെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് അന്ന് ഇൻസ്പെക്ടർ അവിടുന്ന് തിരിച്ചു പോയത്. അതുപോലെ തന്റെ വൈഫിനെ ഷോക്ക് അടിച്ചിട്ട് തെറിച്ചു പോയിരുന്നില്ലേ, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവളെ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തിരുന്നില്ലേ, അവൾക്ക് ഷോക്ക് അടിക്കുന്ന പോലെ ഗേറ്റിൽ വയറ് സെറ്റ് ചെയ്ത് വെച്ചതും നമ്മുടെ ഇൻസ്പെക്ടർ തന്നെയായിരുന്നു. അതായത് ഈ കേസിന്റെ പിന്നാലെ പോണ്ടെന്ന് പറഞ്ഞിട്ടും ഹീറോൻ അതിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അവളെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് പേടിപ്പിക്കാനാണ് അവനന്ന് അങ്ങനെ ചെയ്തത്. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോന് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്നാൽ തന്റെ ഹസ്ബൻഡാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം അവനോട് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എന്നാൽ ലൂണയുടെ പിന്നില് ആരൊക്കെയുണ്ടോ അവരെല്ലാരും തേടി കണ്ടുപിടിക്കുക, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ലോകത്ത് തന്നെ പറഞ്ഞയക്കുക. ഇതാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കഥ? പ്രത്യേകിച്ച് ഒരു പിടിയും തരാതെ അങ്ങനെ പോയിട്ട് അത്യാവശ്യം ട്വിസ്റ്റുകളൊക്കെ ആയിട്ട് നമ്മളെ പിടിച്ചിരുത്തിയ നല്ലൊരു കഥയായിരുന്നില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വ്യത്യസ്തമായ കഥയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.